കേരളമാണ് ഏറ്റവും കുടിയന്മാർ സംസ്ഥാനം എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര ഉയരത്തിലാണ് മദ്യത്തിന്റെ വിലകൾ കേരളത്തിലുള്ളത്. അങ്ങനെ വില വർദ്ധിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ബജറ്റിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു അത് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന്. എന്താണ് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് വിലയില്? അതായത് വില നമ്മുടെ നെയ്ബർ സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരുപാട് കൂടി ഇവിടുത്തെ വില ഇരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുടിയന്മാര് മറ്റ് സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിൽ പോയി കള്ളു വാങ്ങിച്ചുകൊണ്ട് വരും. എല്ലാവരും പോകണ്ട, അവരൊരു ഗ്രൂപ്പിനെ ഒരു ഫോം ചെയ്തിട്ട് ടേൺ വെച്ച് വണ്ടി പിടിച്ച് കർണാടകത്തിൽ പോയി, തമിഴ്നാട്ടിൽ പോയി, അതല്ലെങ്കിൽ ഇവിടെ കന്യാകുമാരിയിലെ പാറശാല പോയി മദ്യം വാങ്ങിച്ച്, അവിടെയൊക്കെ വില കേരളത്തിലേക്കാൾ കുറവാണ്, വാങ്ങിച്ചുകൊണ്ട് വന്ന് സുഹൃത്തുക്കളുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പല ജില്ലകളിലും, ഒട്ടുമിക്ക ജില്ലകളും അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട ടാക്സ്, അതായത് വില, മദ്യം ഇവിടെ വിറ്റഴിക്കപ്പെടുന്നില്ല, പകരം മദ്യം കൂടുതൽ വിൽക്കപ്പെടുന്നത് അയൽ സംസ്ഥാനത്താണ്. അപ്പൊ ഇവിടെ കിട്ടേണ്ട നികുതി അവിടെ പോകും. അതിനാണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ കാസ്കേഡിംഗ് ഇഫക്റ്റ് കേരളത്തിൽ അനുഭവിച്ചു എന്നതിന്റെ കാരണമാണ് കഴിഞ്ഞ വർഷം ഒരു സീസണിൽ മദ്യം ഡിസ്കൗണ്ട് സെയിൽ നടത്തിയത്. നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ കാണും. കേരളത്തില് ആ കാസ്കേഡിംഗ് ഇഫക്റ്റിന്റെ കാരണമാണ്. എന്നിട്ട് നമ്മുടെ മന്ത്രിമാരൊന്നും ഇതൊന്നും പറഞ്ഞാൽ സാധാരണക്കാർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് വില പിന്നെയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ. അപ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നത് ഏറ്റവും വില കുറഞ്ഞ മദ്യത്തിന്റെ വിലയെങ്കിലും വർദ്ധിപ്പിക്കരുത്. കാരണം അത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യപരായിട്ടുള്ളത്. അപ്പൊ അവരുടെ മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് അവർ തീർച്ചയായിട്ടും കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കും. പക്ഷെ സാധാരണക്കാരുടെ മദ്യത്തിന്റെയും വില വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നു എങ്കിൽ പോലും ഇനിയും ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ ബജറ്റ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം. അപ്പൊ എനിക്ക് ധനമന്ത്രിയോട് പറയാനുള്ളത്, ഇനിയും മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കരുത്. ഒരു മദ്യത്തിന്റെയും വർദ്ധിപ്പിച്ചാൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. അത് സംസ്ഥാനത്തിന് ദോഷകരമായിരിക്കും, ഒരു കാരണവശാലും പോസിറ്റീവായിരിക്കില്ല. പ്രതീക്ഷിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നഷ്ടമാകും ഉണ്ടാവുക. വില കൂടുതലുള്ള മദ്യം കുറെ വിൽക്കും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിൽക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തെ മദ്യമായിരിക്കും. നമുക്ക് കിട്ടേണ്ട വരുമാനം അങ്ങോട്ട് ചോർന്നു പോകും. ആ കാര്യം ബഹുമാനപ്പെട്ട ധനമന്ത്രി ഓർത്തിരുന്നാൽ വളരെ നന്നായിരിക്കും.